വാൾപ്പാറയിലേക്കുള്ള യാത്രയാണിത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും മനോഹരങ്ങളായ വനത്തിന്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണിത്. തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിൽ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് വാൾപ്പാറ. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ കണ്ട കാഴ്ചയാണിത്. 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായി ഹെൽമറ്റ് ധരിക്കണം. അപകടങ്ങളിൽ നിന്നും തലയെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കവചമാണ് ഹെൽമറ്റ്. അതുപോലെ പ്രധാനമാണ് മദ്യപിച്ച് വാഹനയാത്ര ഒഴിവാക്കണം, പ്രത്യേകിച്ച് 2 വീലറിലുള്ള. ഈ കാഴ്ചകളെല്ലാം കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മനോഹരങ്ങളായ കാട്ടുകോഴികളെയാണ് ഈ കാണുന്നത്. ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരിനം കാട്ടുകോഴിയാണ് ചാരക്കാട്ടുകോഴി. ചാരക്കാട്ടുകോഴി മാത്രമാണ് കേരളത്തിലുള്ളത്. കാട്ടുകോഴിയുടെ മുഖ്യ ഭക്ഷണം മുളയരി പോലുള്ള ധാന്യങ്ങളും ചെറുപുഴുക്കളും കൃമികീടങ്ങളുമാണ്. അണ്ണാന്റെ വർഗത്തിൽ ഏറ്റവും വലിപ്പവും സൗന്ദര്യമുള്ള ജീവിയാണ് മലയണ്ണാൻ. പൂർണ്ണമായും കാടുകളിൽ ജീവിക്കുന്ന മലയണ്ണാൻ പകൽ പുറത്തിറങ്ങുന്ന ജീവിയാണ്. മരത്തിന്റെ മുകളിൽ ജീവിക്കുന്ന ഈ സസ്തിനിയുടെ വിവിധ ഉപജാതികളെ ഇന്ത്യയിലെമ്പാടും കാണാവുന്നതാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. ചാലക്കുടി ആനമല റോഡാണിത്. കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മലപ്രദേശം കൂടിയാണ് ഷോളയാർ. ചാലക്കുടി പുഴ ഷോളയാറിലൂടെയാണ് ഒഴുകുന്നത്. ആദിവാസികളുടെ വാസസ്ഥലമാണ് ഷോളയാർ. അതിമനോഹരമായ ഇവിടെ ധാരാളം ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും വന്യജീവികളെയും കൊണ്ട് സമൃദ്ധമാണ്. പക്ഷിജാതിയിൽ കോഴികളുടെ കുടുംബത്തിലെ പക്ഷിയാണ് മയിൽ. നീണ്ട വർണ്ണാഭമായ പീലികളുള്ളത് ആൺമയിലുകൾക്കാണ്. ഇന്ത്യയിലും ആഫ്രിക്കയിലുമാണ് പൊതുവെ കണ്ടുവരുന്നത്. സൂക്ഷ്മമായ കേൾവിശക്തിയും കാഴ്ചശക്തിയും കൊണ്ട് മയിൽ ശത്രുക്കളുടെ ആഗമനം പെട്ടെന്ന് തിരിച്ചറിയും. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. പ്രകൃതി രമണീയമായ തേയിലത്തോട്ടങ്ങൾ ധാരാളമായി ഇവിടെ കാണാം. ചാലക്കുടി വാൾപ്പാറ യാത്രയിലെ പ്രധാന സ്ഥലമാണ് മലക്കപ്പാറ. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതും അതിരപ്പള്ളി പഞ്ചായത്തിന് കീഴിലുള്ളതുമായ ചെറുഗ്രാമമാണ് മലക്കപ്പാറ അഥവാ മാലാഹപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 900 മീറ്ററാണ് ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം. തൃശ്ശൂരിൽ നിന്നും 110 കിലോമീറ്റർ ദൂരത്തിൽ തെക്ക് മാറിയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തിയിലാണ് ഇതിൻ്റെ സ്ഥാനം. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ ചാലക്കുടി ഇവിടെ നിന്ന് 83 കിലോമീറ്റർ ദൂരത്തിലാണ്. ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടില്ലാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. സംസ്ഥാന ഹൈവേ 21 ഈ റോഡ്. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ഇനം സസ്യ ജന്തുജാലങ്ങളെയും ഈ പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്.
തമിഴ്നാട് കേരള അതിർത്തിയാണിത്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നു വേണം തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ. ചാലക്കുടി പുഴയുടെ പോഷക നദിയായ ഷോളയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അണക്കെട്ടാണ് ഷോളയാർ അണക്കെട്ട് അഥവാ ലോവർ ഷോളയാർ അണക്കെട്ട്. 66 മീറ്റർ ഉയരവും 430 മീറ്റർ നീളവുമുള്ള പ്രധാന അണക്കെട്ടിനോടൊപ്പം 28 മീറ്റർ ഉയരവും 259 മീറ്റർ നീളവുമുള്ള ഷോളയാർ ഫ്ലാങ്കിംഗ് ഡാമും 18.59 മീറ്റർ ഉയരവും 109 മീറ്റർ നീളവുമുള്ള ഷോളയാർ സാഡിൽ ഡാമും ഈ പദ്ധതിയുടെ ഭാഗമാണ്. 1965 ഈ ഡാമുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചാലക്കുടി പട്ടണത്തിൽ നിന്നും 65 കിലോമീറ്റർ കിഴക്കായാണ് ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാർ ഡാം മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള വഴിയിൽ ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സംഭരിക്കുന്ന വെള്ളം താഴെയുള്ള ഷോളയാർ പവർ ഹൗസിലേക്ക് വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി എത്തിക്കുന്നു. 18 മെഗാവാട്ട് ശേഷിയുള്ള 3 ടർബൈനുകൾ ഉപയോഗിച്ചാണ് 54 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ജലവൈദ്യുത പദ്ധതി 1966 മെയ് 9 നിലവിൽ വന്നു. 54 മെഗാവാട്ടാണ് പദ്ധതിയുടെ സ്ഥാപിത ശേഷി. നിലവിൽ വാർഷിക ഉൽപാദനം 233 MU ആണ്. ഇവിടുത്തെ മനോഹരങ്ങളായ കാഴ്ചകളിൽ ഒന്നാണിത്. ഡാമിലെ മീനിനെ സ്വാദിഷ്ടമായ മസാലകൾ ചേർത്ത് പൊരിച്ചു കൊടുക്കുന്നു. ശുദ്ധമായ തേനും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഷോളയാർ ഡാമിൽ നിന്നും വാൽപ്പാറയിലേക്ക് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്.
കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് വാൾപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരയിലെ ആനമല കുന്നുകളിൽ കോയമ്പത്തൂരിൽ നിന്നും 100 കിലോമീറ്റർ അകലെയും പൊള്ളാച്ചിയിൽ നിന്ന് 65 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ സസ്യജന്തു പക്ഷി വിഭാഗം കൊണ്ട് സമ്പന്നമാണ് ഇവിടം. ഇവിടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ്. വനഭൂമിയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. വലിയ വനമേഖലകൾ തോട്ടം മേഖലയുടെ പരിധിക്കപ്പുറത്താണ്. തമിഴ്നാട് സർക്കാർ റിസോർട്ടുകളും മറ്റുമുണ്ടാക്കി ഇവിടെ ടൂറിസം വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.